അപ്പൊ എല്ലാരും ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റാർസ് ആണ്. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ഇത്രയും പേരല്ലേ. അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടെ ആയാലോ? ഐസ്ക്രീം മേടിച്ചു, കേക്ക് മേടിച്ചു, നാരങ്ങാവെള്ളം മേടിച്ചു. ഞങ്ങള് പിന്നെ ഓട്ട മത്സരത്തിന് പോയപ്പോ ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചു. ടെക്നോളജിയാ. ഇതിലാരോ കടങ്കഥയ്ക്ക് ആരായിരുന്നു കടങ്കഥ? മഞ്ജിമ. അപ്പം മഞ്ജിമയ്ക്ക് കടങ്കഥയ്ക്കല്ലേ കിട്ടിയേ. അപ്പം ഞങ്ങളോട് ഇവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നമുക്ക് നോക്കാം. മഞ്ജിമ 2 കടങ്കഥ പോരട്ടെ. ഒരാൾ 6 മുട്ട വാങ്ങിച്ചു, 2 പൊട്ടിച്ചു, 2 തിന്നു, 2 കറി വെച്ചു. ബാക്കി എത്ര ഉണ്ട്? അല്ല, 6. ഒന്നുകൂടെ ചോദിച്ചാൽ 6 മുട്ട വാങ്ങിച്ചു, 2 പൊട്ടിച്ചു, 2 കറി വെച്ചു, 2 തിന്നു. ബാക്കി എത്ര ഉണ്ട്? 4. 4 കറക്റ്റ് അല്ലേ? അതാണ് 2 മുട്ട പൊട്ടിച്ചു. ആ പൊട്ടിച്ച മുട്ടയല്ലേ കറി വെച്ചേ, അത് തന്നെയല്ലേ തിന്നേ. ബാക്കി 4 ഉള്ളു. ടെക്നോളജിയാ. വേറെ ആർക്കൊക്കെ എന്നതിനൊക്കെയായിരുന്നു കിട്ടിയത്? അതെ, അവിടെ ഒരാൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. ഏതാ? ക്ലേ മോഡല്. ക്ലേ മോഡലിനാണ് കിട്ടിയത്. എന്നായിരുന്നു അന്ന് ഉണ്ടാക്കിയത്? ക്ലേ മോഡലിന് എന്തായിരുന്നു ക്രിയേറ്റ് ചെയ്തത്? തവള. ആരാ പഠിപ്പിച്ചു തന്നെ? സാറ് കാണിച്ചു തരും, ഞാൻ നോക്കി. സാറാണ് എല്ലാം, പാട്ടാണെങ്കിലും എല്ലാം സാറാണ് പഠിപ്പിക്കുന്നത് അല്ലേ? കാണിക്കത്തേ ഉള്ളൂ, നമ്മള് തന്നെ ബാക്കി പഠിക്കും. സാർ ഇങ്ങനെ കാണിച്ചു തരുമ്പോ നമ്മളത് ബാക്കി നോക്കി പഠിക്കും അല്ലേ? എന്താണ് മിണ്ടാതിരിക്കുന്നത്? ആൻമേരി അല്ലേ? ചാർട്ടിന്. എന്തായിരുന്നു ചാർട്ടിന് സബ്ജക്ട്? എന്തായിരുന്നു അതില്? എന്നായിരുന്നു ചാർട്ടില് ചെയ്തേ? കൊറേ ചെയ്തു. ഇപ്പം നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പം ടീച്ചേഴ്സ് ഒക്കെ എന്നാ പറഞ്ഞേ? നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടമായ വീഡിയോ ഒക്കെ ഇട്ടപ്പം എല്ലാരും ഒക്കെ നല്ലതൊക്കെ പറയുന്ന കണ്ടപ്പം സന്തോഷമായോ? അപ്പൊ ഇപ്പം അബിയോണയുടെ വോയിസ് വെച്ച് ഒരുപാട് ട്രോൾ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. എല്ലാവർക്കും അല്ലേ? നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാരും കൊളാബായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്കൂളിന്റെ ഒരു പരിമിതി വിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചേക്കാം. കുറെ പേര് കൊളാബ് വരുന്നുണ്ട്, ടാഗും എല്ലാം വരുന്നുണ്ട്. കുറെ പേര് ഇപ്പൊ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? അതാ പറയാ, റീക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊളാബായിട്ട് ഇടുന്നുണ്ട് സ്കൂളിൽ. നമുക്ക് പക്ഷെ ഒരു ലിമിറ്റ് ഉള്ളത് കൊണ്ട് നമുക്കത് കീപ്പ് ചെയ്ത് വേണം. അപ്പൊ അടുത്ത വീഡിയോ അടുത്ത ഇൻസ്റ്റ കത്തിക്കും. അടുത്ത വീഡിയോയില് നല്ലൊരു കണ്ടന്റ് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. ആക്റ്റീവായിട്ട്. അപ്പം പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു റീച്ചും കാര്യങ്ങളും. ഒരു ഒട്ടും പ്രിപ്പയർഡ് ആവാനുള്ള ടൈം പോലും കിട്ടാതെ. അതങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അൽഗോരിതം തന്നെ അങ്ങനെ. അതെ, എപ്പോ എങ്ങനെ റീച്ച് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ആ വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം ഒരു പുഷ് ചെയ്യുന്നത്. അതായത് കുറെ ഒരു പടം അങ്ങോട്ട് ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് അവിടെ ചെന്ന് വ്ളോഗ് ചെയ്യുന്നത്, ഇവിടെ ജനലുണ്ട്, അതുണ്ട്, ഇവിടെ നല്ല വ്യൂ ഉണ്ട്, അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഒരു വീഡിയോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും നല്ലൊരു റീച്ച് വന്നത്. പിന്നെ ഇവളുടെ ആ ഒരു വോയിസിന്റെ എല്ലാരും അതാണ് ചോദിക്കുന്നത്. കോംപ്ലിക്കുമായി എങ്ങനെ ഇവള് ഓരോന്ന് എങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇവക്ക് എങ്ങനെ ഈ വാക്കുകൾ വരുന്നേന്നുള്ളത് അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ശരിക്കും അത് എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ അങ്ങനെ പറയാൻ പറ്റുന്നത്? പിന്നെ ഇവള് ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ കമന്റ് വരും, എന്നാ ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുന്നത്, മറ്റേ രീതിയിൽ സംസാരിക്കാം. അതാ കമന്റിൽ പകുതിയും കുറച്ച് വരുന്നത്. അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. റോയ് സാറിനെ പറ്റി ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. റോയ് സാർ അല്ലേ? റോയ് സാർ എങ്ങനെയുണ്ട് ആള്? എല്ലാം മേടിച്ചു, ഈ മുറുക്ക മാത്രം ഒന്നും മേടിച്ചു. റോയ് സാറ് ഞങ്ങൾക്ക് കാറിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ പറഞ്ഞാ കേട്ടില്ല. 2 നാരങ്ങാവെള്ളം കേക്ക് മേടിച്ചെന്നില്ലേ? ഞങ്ങൾക്ക് 3 കേട്ടുണ്ട്. 4 ഐസ്ക്രീം മേടിച്ചു തന്നു, കേക്ക് മേടിച്ചു തന്നു, നാരങ്ങാവെള്ളം മേടിച്ചു തന്നു. ഞങ്ങള് പിന്നെ ഓട്ട മത്സരത്തിന് പോയപ്പോ ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചു തന്നു. ശരിക്കും നമ്മള് ഇവിടെ വരുമ്പം നിങ്ങളൊരു സാറ് കുട്ടികളെന്നുള്ളതായിട്ട് നമുക്ക് തോന്നുന്നേ ഇല്ല. ഈ പിള്ളേർ അത്രയും കമ്പനി ആയിട്ട്, ഇവര് ഫ്രീ ആയിട്ട് സംസാരിക്കും.
എല്ലാ സ്കൂളിലും ഇങ്ങനെ ആവണമെന്നില്ല, പക്ഷെ മിക്ക സ്കൂളുകളിലും പിള്ളേർക്ക് പേടിയുണ്ട് ടീച്ചർമാരെന്ന് പറയുമ്പോൾ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു എന്തുവാ വീട്ടിലെ ചേട്ടന്മാരോട് സംസാരിക്കുന്ന ആ ഒരു എന്റെ ഒരു രീതിയിലാണ് അഭിപ്രായം എന്ന് സാറിനോട്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകർ കൂടുതലായിട്ട് നമ്മൾ കുട്ടികളുമായിട്ട് ഇടപെട്ട് നിൽക്കണം. എങ്കിലേ ഒരു നല്ലൊരു റെസ്പോണ്ട് അവരിൽ നിന്ന് നമുക്ക് ഇവർക്ക് പ്രതീക്ഷിക്കാൻ ഫ്രീ ആയിട്ട് പറ്റത്തുള്ളൂ. അതായത് free ആയിട്ട് സംസാരിക്കാൻ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും സോഷ്യൽ മീഡിയയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം പഠനത്തോടൊപ്പം സോഷ്യൽ മീഡിയയും കൂടെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർക്കൊക്കെ അത്രയും കഴിവുള്ള ആൾക്കാരാണ്, അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ വേദികളും കുറച്ചുകൂടെ ഒരു അനുഭവങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള രീതിയിലോട്ട് അവർ പൊക്കോളും. പിള്ളേരുടെ പേരൻസ് ഒക്കെ വീഡിയോ എടുക്കുന്നതിന് അങ്ങനെ ഇല്ല, ഈ സ്കൂളിൽ ആരും അങ്ങനെ ഒരു എതിർപ്പില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്. പേരൻസിന്റെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു പിള്ളേരുടെ Parents എല്ലാരും വിളിക്കുകയും പറയാം, എല്ലാരും മെസ്സേജ് അയക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. കാരണം ഒരു വീഡിയോ കാണുമ്പോഴാണ് ഇവർക്ക് അങ്ങനെയുള്ള ഒരു വീഡിയോ ഒന്നും കാണാനുള്ള ഒരു അനുഭവങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് സ്കൂളിൽ ഇങ്ങനെ പ്രവർത്തനം നടക്കുന്നുണ്ട്, ഒരു നല്ല സ്കൂൾ നല്ലൊരു പ്രവർത്തനത്തിലൂടെ പോകുന്നുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാരും അപ്പൊ ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളെല്ലാരും ഹാപ്പി അല്ലേ? അടിപൊളിയല്ലേ? അടുത്ത വീഡിയോ നമുക്ക് ഇൻസ്റ്റ കത്തിക്കൂലേ? സാറിനെ കുറിച്ച് ഇപ്പോഴോ? അടുത്ത വീഡിയോക്കകത്ത് സാറിനെ കുറിച്ചാണ് ടോപ്പിക്ക്. അപ്പൊ അടുത്ത വീഡിയോ ജെറിൻ സാറാണ് പിള്ളേരുടെ വിഷയം. ലൈവ് ഒക്കെ ചെയ്യുമ്പോ ഞങ്ങളോട് ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞങ്ങളൊക്കെ വായിക്കൊക്കെ ചെയ്യും. എല്ലാവർക്കും ഇഷ്ടം ഇവരുടെ ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഇവരെ വലിയ കാര്യമായി ഇവരെ കാണണമെന്ന്. അതെ, ഇപ്പൊ എല്ലാവർക്കും ഈ പിള്ളേരെന്ന് പറയുമ്പം അവരുടെ നാട്ടിലുള്ള പിള്ളേരെന്ന രീതിയിലാണ് എല്ലാവർക്കും കാര്യമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി ഇപ്പൊ ഇവരുടെ സംസാരം, ആ ഒരു ഇന്നസെൻസിലുള്ള ആ ഒരു സംസാരം കേൾക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ നല്ല ജോലിയൊക്കെ, നല്ല തിരക്കിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർ ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും അവർക്ക് നല്ലൊരു സ്ട്രെസ് ആയിട്ട്. അതെ, ഇപ്പം കൊച്ചിന്റെ വീഡിയോ വെച്ചിട്ടുള്ള ട്രോളുകൾ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മമാരാണെങ്കിലും അവരും എൻജോയ് ചെയ്യും. ഇവളെങ്ങനെ പറയുന്നു. അതെ, ആ ഈ കീപ്പിരി പോലത്തെ ആ ഒരു സൗണ്ട്, അതാണ് ഹൈലൈറ്റ്. അപ്പൊ എല്ലാരും ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റാർസ് ആണ്. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ഇത്രയും പേരല്ലേ. അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടെ ആയാലോ? ഏതാ? ഒരു സിനിമ പാട്ടാവാ ഇനി. ആണോ? എന്ന് നിങ്ങക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ? എന്നാ ജൂപ്പിറ്റർ മഴ നനയാ അറിയാവുന്നത്രയും പാടാം. ആരോണേ എല്ലാം അറിയുന്നുണ്ടോ? ആരോൺ അങ്ങ് ഭയങ്കര സൈലന്റ് ആയിട്ട് അങ്ങ് മാറിയിരിക്കും. ഇത്രയും പെണ്ണുങ്ങൾക്കിടയിൽ അവന്മാർ രണ്ടുപേരും ഒറ്റപ്പെട്ടിരിക്കും അല്ലേ? ഇവൻ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചെലപ്പാ. ദേവനന്ദും അവനും അയ്യോ ആരോൺ. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടാപ്രാണിയാ. ഇൻട്രോവേർട്ട് ആണോ ആരോൺ? അല്ല. അപ്പൊ നമുക്ക് പാട്ടും കൂടെ പാടിയാലോ? പാട്ട് പാടാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചേച്ചിമാര് പറഞ്ഞിട്ട് നമ്മൾ പാട്ട് പാടാൻ പോവാണ്. ഒരുത്തി 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 കള്ള് കടല മുള്ളു ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലെ ഒരുത്തി ഒരുത്തി മുന്തിരി കള്ള് കൊണ്ടെന്നെ മയക്കി മയക്കി എണ്ണ കറുകിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണ കറുകിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ. ആ കുപ്പത്തൊട്ടെ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നൽ കൊണ്ട് നെഞ്ചിലെറിഞ്ഞവൾ, കത്തിയേറിയ സൂര്യനെ ഒട്ടുപോലെ ചവിട്ടി നിന്റെ പട്ടുപോലത്തെ വീടിനെ കൊണ്ട് ആ പാറക്കല്ലിൽ തൊട്ട് നിന്റെ ധരിച്ചതോ നിന്റെ കൈകൾ കാണാൻ യാത്രയെല്ലാം ചാരമായി ഓ നിന്റെ പേര് കരുതിയോ രാത്രി ഉറക്കെടുക്കാൻ ആരും നീ മാറും വെറുതെയോ നിന്റെ കനവ് കാണാൻ രാത്രിയെല്ലാം വീണ വെറുതെയോ നിന്റെ ചാരമായി കിടന്നോ എന്ന വീണി വെറുതെയോ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറെ പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാള് ഇപ്പൊ എന്റെ കോൺടാക്ട് നമ്പർ ചോദിച്ചു, ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തു. അപ്പം കൊടുത്തപ്പോഴത്തേക്കും പുള്ളി എന്നോട് ആദ്യമേ ചോദിച്ചത് ഇവിടെ എത്ര പേരുണ്ട്, എത്ര ക്ലാസ്സിൽ എത്ര പേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് 10-15 പേരോളം ഉണ്ട്. അപ്പം ഒരാൾക്ക് മാത്രം കൊടുത്താൽ
പുള്ളി തന്നെ പറഞ്ഞു ഒരാൾക്ക് മാത്രം കൊടുത്താൽ ബാക്കിയുള്ളവർ സങ്കടപ്പെടത്തില്ല. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ട്. ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇൻസ്റ്റ കത്തിച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കൊച്ചു സെലിബ്രിറ്റിയോടെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ സാറുമാരായിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പിള്ളേരായിക്കോട്ടെ എല്ലാവരും നല്ല അടിപൊളി പിള്ളേരാണ്. എല്ലാവർക്കും ഭയങ്കര എനർജിയാണ്, ഭയങ്കര ഉഷാറാണ്. നിങ്ങൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ തന്നെയാണ് ഇവരുടെ ആ ഒരു എനർജി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഇവിടുത്തെ സ്റ്റാഫും ഉണ്ട്, ഇവിടുത്തെ ഫാക്കൽറ്റി ആയിക്കോട്ടെ, ഈ സ്കൂളിൽ കൊടുക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളെല്ലാം. പിള്ളേരുടെ സംസാരം നമുക്കത് മനസ്സിലായി. കാരണം ഇവരെല്ലാം ഇത്ര എനർജി ആക്കി നിർത്തുന്നത് ഇവരൊക്കെയാണ്. സോ ഇനി നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ കുറെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുമെന്നാണ് പിള്ളേർ പറയുന്നത് അല്ലേ? നമ്മൾ ഇൻസ്റ്റ കത്തിച്ചിരിക്കും, വൈറലാവും അല്ലേ? അപ്പം ഓക്കെ, ബൈ പറ, എല്ലാവരും ടാറ്റ പറ, ബൈ പറഞ്ഞേ, ടാറ്റ പറ.